السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. قال النبي صلى الله عليه وسلم اللهم بارك لأمتي في بكورها. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെ സമൂഹത്തുക്ക് നബി തങ്ങളെ സമൂഹത്തുക്ക് ദ്വാരന്നെങ്കിത്തൊരു ദുആ ആയിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു, അല്ലാഹുവേ നന്റെ സമൂഹത്ത് അങ്ങളെ പ്രഭാത സമയത്തിൽ നീ ബർക്കത്താക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാർന്നോണ്ടുണ്ട്. ബുക്കൂർ പിന്നെ സുബഹിയുടെ ടൈമു, അതുപോലെ സൂര്യ ഉദിക്കടെ ആ ടീം ഒന്നലത്തെ ആ ടൈം പ്രഭാത ടൈമിലു അങ്ക് നീ ബർക്കത്ത് കൊടുക്കണം ഉಂಟು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാരന്നರು. അപ്പൊ ഇന്നലെ മുന്നാനത്തെ ക്ലാസ്സിലുള്ള തഹജ്ജുദ് നിസ്കാരത്തെ പറ്റി വിശദീകരിച്ചിട്ട് ಬೇಗ ಎಣಿಚಿಟ್ಟು ಸುಬೈക്ക് മുന്നോൾ എണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. അപ്പൊ സുബൈക്ക് മുന്നോൾ എണിച്ചിട്ട് സൂര്യ ഉദയത്തോളം നല്ല ആക്റ്റീവുള്ളു ദിക്റും സലാത്തും അതുപോലെ ബാക്കി എന്തെല്ലാം സ്വറമുണ്ട അതെല്ലാം ആക്കവും സാധ്യമാവണം. ഏറ്റവും നല്ല ബർക്കത്ര ടൈമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബർക്കത്ത് വേനായിട്ട് ദ്വാരന്നെങ്കിത്ത ടൈം ആയിട്ടിക്കിട് അത്. അപ്പൊ ആ ടൈമിൽ ഞങ്ങൾ എന്ത് അമൽ ആക്കിയാണ്ടായെങ്കും എന്ത് കാര്യം ഞങ്ങൾ ആക്കിയാണ്ടായെങ്കും ಅದಕ್ಕೆಲ್ಲ ബർക്കത്ത് കിട്ടുന്നിട്ടാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടത്. അപ്പൊ നന്റെ സമൂഹത്ത് അങ്ങളെ പ്രഭാത ടൈമിൽ നീ ബർക്കത്ത് കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാರಂತ. അപ്പൊ ഞങ്ങൾ ഇബാദത്താക്കണം സൽക്കർമാക്കണം അതിരൊಟ್ಟಿಗೆ ഞങ്ങളെ ഭൗതികമായ ദുനിയാവുടെ ഞങ്ങളുടെ മൈഷത്തുക്ക് വേണ എന്തൊരു കാര്യക്രമം ഞങ്ങൾ ആക്കിടാണ്ടായെങ്കും അതും സുബൈ ടൈമിൽ തുടങ്ങിയാണ്ടായെങ്കിൽ ಅದಕ್ಕೆ വലിയ ബർക്കത്തുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചൊല്ലു, നിക്കെന്തെങ്കിലും ആവശ്യമുണ്ടുണ്ടായെങ്കിൽ നീ അതിരെ പ്രഭാത സമയത്തിൽ തേടണു എങ്കിൽ നിക്കത് നല്ല ബർക്കത്തോടെ കിട്ടുന്നുണ്ട് മഹാന്മാർ പഠിപ്പാട്ടാർ. അതുകൊണ്ട് ആ ടൈമിൽ സാധാരണ ഗൃഹപ്രവേശം ആക്കിടുന്ന കണ്ട സുബൈയുടെ ആ നല്ല ബർക്കത്തുള്ള ടൈമിൽ ആക്കിടാർ. അതും അതല്ലാത്ത ഏത് സ്വറവും കച്ചവടത്തേക്ക് പോണ്ട ആൾമാരായെങ്കും സുബൈയുടെ ആ പ്രഭാത ടൈമിൽ പോയാറുണ്ടായെങ്കിൽ അങ്ക് വലിയ ബർക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിന്നെ പട്ടാളത്തുള്ള കടത്തിരങ്ക ആ പ്രഭാത ടൈമിൽ കടത്തിക്കൊണ്ടിരുന്നുണ്ടാണ്. കാരണം അങ്ക് ആ ബർക്കത്ത് കിട്ടു. സഖർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന മഹാൻ അയാൾ വലിയ കച്ചവടക്കാരനായിട്ടിരുന്ന് അയാൾ പ്രഭാത ടൈമിലെ അയാളെ കച്ചവട ചരക്കടയിൽ ഇങ്ങനെ കടത്തിക്കൊണ്ടിരുന്ന് അങ്ങനെ പിൽക്കാലത്ത് അയാൾ വലിയ ഒരു കച്ചവടക്കാരനായി മാറിയിട്ട് അയാളെ കച്ചവടത്തിലല്ലേ വലിയ ബർക്കത്ത് കിട്ടിയിട്ടുണ്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഉറങ്ങിടങ്കെത്ത ആൾമാർ ഞങ്ങൾ ആവുകത്തീറ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് എല്ലാം ഓതിയാക്കി വിശാലാക്കി കൊടുക്കടങ്കെത്തെ ആകാശ ലോകത്തെ റഹ്മത്ത് ഇറങ്ങടങ്കെത്ത ഒരു ടൈമായിട്ടിക്കത്. ആ ടൈമിൽ ഒരിക്കലും ഉറങ്ങിപ്പോണു തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സുബഹി നിസ്കരിച്ചെങ്കിൽ സൂര്യ ഉദിക്കടവർത്തോളം ഹത്താ തത്തുലു അശംസു സൂര്യ ഉദിക്കടവർത്തോളം ഇങ്ങനെ ദിക്റും സലാത്തും ചൊന്നിട്ട് ഇങ്ങനെ ദെച്ചോണ്ടിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സുബഹിക്ക് മുന്നോളു തെൽ ಬೇಗ എണിച്ചിട്ട് സൂര്യ ഉദയത്തോള ഉറങ്ങിടങ്കെത്ത പിന്നെ ഉറങ്ങണുണ്ടല്ല ഈ ചൊന്നതിന് അർത്ഥ ആ ടൈമിൽ ഒരിക്കലും ഞങ്ങൾ ഉറങ്ങിപ്പോണു തീറ. കാരണം അള്ളാഹുടെ റഹ്മത്ത് ഭൂമി ലോകത്ത് ഇങ്ങനെ വിതരണാക്കിക്കൊണ്ടുള്ള ഏറ്റവും നല്ല ടൈമിൽ ആരും ഉറങ്ങിപ്പോണു തീറ. അങ്ങനെ ഉറങ്ങിയെങ്കിൽ ആ ബർക്കത്ത് ഞങ്ങൾക്ക് കിട്ടുക സാധ്യയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബർക്കത്ത് വേനായിട്ട് ദ്വാരന്നെങ്കിത്തെ ഈ ദുആ അതിൽ ഉൾക്കൊള്ളകൂ അതിൽ ഉൾപ്പെടുകൂ ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. നല്ല ഉന്മേഷമുള്ളಂಕೆತ್ತ നല്ല ആക്റ്റീവ് ആവുക സാധ്യമാവടಂಕೆತ್ತ ടൈമായിട്ടിക്കടി. ഇത് മഹാന്മാരെല്ല ഉപയോഗാക്കിയെങ്കിത്ത ടൈമാണ്. ഏത് സ്വറ ആക്കിയെങ്കും അത് ಬೇಗ നല്ല ബർക്കത്തോടെ നല്ല ಬೇಗ നടക്കണമെങ്കിത്തൊരു ടൈമാണ്. നല്ല ചിന്തല്ല ഫ്രീ ആവുടെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഉഷാറായിട്ട് ചിന്തിക്കുകയും അത് പ്രാക്ടിക്കൽ ആക്കുകയും അതുപോലെ ബാക്കി ഭൗതികമായ എന്തൊരു സ്വറാണ്ടായെങ്കും അത് ആ ടൈമിൽ ഞങ്ങൾ ചിന്തിച്ച ഇറങ്ങിയാണ്ടായെങ്കിൽ അതിൽ സക്സസ് അതിൽ ഞങ്ങൾക്ക് വിജയം കിട്ടുന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ആ ടൈമുടെ യൂസ് ആക്കണമെങ്കിത്ത ആൾമാർ ഞങ്ങൾ ആവണം. ഒരിക്കലും ഫുള്ളായിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോണ്ടെങ്കിത്ത അവസ്ഥ ഉണ്ടാകൂത്തീറ. മഹാന്മാർ ചൊല്ലാറ് കും മുബക്കിറൻ നം മുബക്കിറൻ നീ പിന്നെ നം മുബക്കിറൻ കും മുബക്കിറൻ നീ ജാവുക ಬೇಗ ഉറങ്ങിട്ട് സുബൈക്ക് ಬೇಗ എണിക്കണമെങ്കിത്ത ആൾ നീ ആവണുಂಟು. അപ്പൊ ജാവുക ಬೇಗ ഉറങ്ങണു. അത് ഒരിക്കലും വെറുതെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കണമെങ്കിത്ത അവസ്ഥ ഉണ്ടാകൂത്തീറ. പൂർവിക മഹാന്മാരെ രീതി അങ്ങ് ഇഷാ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതെ ഇഷാ കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇങ്ങനെ മീറ്റിംഗ് ആക്കരുത് മുണ്ടി കൊണ്ട് തെക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഇഷാ നിസ്കരിച്ച ഉടനെ ചോറുണ്ടിട്ട് പെട്ടെന്ന് ഉറങ്ങിയെങ്കിൽ സുബഹിക്ക് ബാങ്ക് ാറ്റി മുന്നോളൂ എനിക്കൂ സാധ്യ അങ്ങനെ എനിക്കൊന്നുണ്ടാണ്. അപ്പൊ നം മുബക്കിറൻ കും മുബക്കിറൻ അൽ അഷാ കബൽ അൽ ഇഷാ മഹാന്മാർ ചൊന്നുകൊണ്ടിരുന്നു. മഹാന്മാരല്ല ഇഷാ നിസ്കരിക്കടാറ്റി മുന്നോല് ചോറെല്ലാം ഉണ്ടിട്ട് ഇഷാ നിസ്കരിച്ച ഉടനെ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിക്കൊണ്ടിരുന്നാറ്. കാരണം അങ്ങ് സുബൈക്ക് മുന്നോൾ കുറേ മുന്നോള് ಬೇಗ അങ്ങ് എണിക്കണു. ജാവ് ഇങ്ങനെ മുണ്ടി കൊണ്ട് തെച്ചെങ്കിൽ സുബൈക്ക് ഒരിക്കലും ಬೇಗ എണിക്കുക ആവില്ല. അതുകൊണ്ട് ഞങ്ങളെ ഇണ്ട് കുറെ ആൾമാരെ അവസ്ഥ എന്തായിരുന്നു ചൊന്നെങ്കിൽ ജാവ് 12 ഗಂಟത്തോളം അങ്ങ് ഉറങ്ങില്ല. എന്തെല്ലാം ആൾമാരൊട്ടിಗೆ മീറ്റിംഗ് ആക്കിക്കൊണ്ടും അതുപോലെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടും
സുബ്ഹാനല്ലാ, ജാവ് ഫുൾ ഇങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ജാവ് വർക്ക് എത്ര കളിയോഗം സാധ്യമാവുള്ളൂ. വർക്ക് വിട്ടിട്ടു സുബൈക്ക് എണിക്കുമ്പോൾ അങ്ങനെ നിസ്കാര കല ആയിട്ടിക്കട് ജാവ് ഫുൾ എന്തെങ്കിലും സീരിയൽ ഉണ്ടുണ്ടായ അതിലിങ്ങനെ മുങ്ങിട്ട് നോക്കിയിട്ട് സുബൈ നിസ്കാര പല ആൾമാർക്ക് ഇക്കില്ല. അങ്ങനെ ജീവിതത്തിൽ പിന്നെ ഇവിടെ ബർക്കത്തിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നല്ല ബർക്കത്ത് ഉദാഹരണക്കെത്ത ടൈമിൽ ഓൺ ഗൂർഗ വലിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിടാണ്ടായെങ്കിൽ ഓന്റെ ജീവിതത്തിൽ എന്തൊരു സമൃദ്ധിക്കും. സുബൈ നിസ്കരിക്കാണ്ട് എനിച്ചിട്ട് പോണ്ട, എന്നിട്ട് നന്റെ അതിൽ ബർക്കത്തില്ല ഇതിൽ ബർക്കത്തില്ല, എന്നിട്ട് കുറെ ആൾമാരെ മുട്ട പോണ്ട, അത് ഓതുറ, ആ ഖുർആനോത്തോതറ, ഇതോതറ, എന്ത് ഓതിട്ടും സുബൈ നിസ്കരിക്കാണ്ട് പോയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപശക്കുണം അതായിട്ടിക്കട്. നീ പിന്നെ എന്തേ ആക്കിയെങ്കും അതിൽ കാര്യമേ ഇല്ല. പിന്നെ ചൊല്ല കയത്ത് സുബൈ ഞാൻ എനിച്ചിട്ട് പറഞ്ഞ അവന്റെ കണ്ടെത്ത് അവന് അപശക്കുനാണ്, ചനി പിടിച്ച ആള്, അവന്റെ കണ്ടത് കൊണ്ടാണ് എന്റെ പിന്നെ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാത്ത എനിക്ക് കുറെ ആൾമാർ ചെല്ലാറ്. അല്ലെങ്കിൽ എന്തെല്ലാം നമ്പിക്ക കുറെ മനുഷ്യന്മാർ കൊണ്ട് വാസ്തവത്തിൽ സുബൈ നിസ്കരിക്കാണ്ട് നീ പോയതായിട്ടിക്കട് നിന്റെ ഏറ്റവും വലിയ ചനിക്ക് കാരണം. അതുകൊണ്ട് ജാവ് ഉറങ്ങാണ്ട് ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് സുബഹി കല ആക്കടങ്കത്തൊരവസ്ഥ ഉണ്ടാകുത്തിറ. സുബ്ഹാനല്ലാഹ്, ഇണ്ട് മുസ്ലിമീങ്ങളിൽ അധിക ആൾമാറും ജാവ് ഫുൾ ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടുള്ളാറ്. എത്ര മുസ്ലിം അധിക രാഷ്ട്രത്തും നിഷാ ക്ലബ്ബു അതിലെല്ലാം ഉള്ള മുസ്ലിം ചെറുപ്പക്കാരെല്ലാം എത്രമാ ആൾമാർ അതിൽ പോയിട്ട് ജാവ് ഫുള്ള് മജ ആക്കിയിട്ട് സുബൈ ടൈമു നേരത്തെ വിശദീകരിച്ചെങ്കത്തെ മുന്നത്തെ ക്ലാസ്സിൽ ചെന്നെങ്കത്തെ നായിയുടെ സ്വഭാവ ജാവ് ഫുൾ ഇങ്ങനെ ഇബാദത്തെടുക്കാറുണ്ടല്ല, ജാവു ടൈം വേസ്റ്റ് ആക്കിയിട്ട് സുബൈയുടെ ടൈമിൽ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ട് നിസ്കാര കലാക്കടങ്കത്തൊരു ദുരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവുകത്തീറ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബർക്കത്ത് ഉദാഹരണക്കത്തെ സുബൈ ടൈമിൽ ഞങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ട് വേണം. 12 1 ഗಂಟೆ 2 ಗಂಟೆ തോള അങ്ങാടി ബായിൽ ഇങ്ങനെ തെച്ചിട്ട് മീറ്റിംഗ് ആക്കിക്കൊണ്ടിരിക്കടെ, അല്ലെങ്കിൽ മോരുടെ സൈഡിൽ തെച്ചിട്ട് കുറെ ആൾമാരെയും കൂട്ടിയിട്ട് വെറുതെ പട്ടാൻ കടിച്ചോണ്ടിരിക്കടെ, ഉറങ്ങുക പോണ്ടില്ല, ഔത്തുക പോണില്ല. അങ്ങനത്തെ എത്രമാ ബാലക്കാരെ ഞങ്ങൾക്കുണ്ട്, കാണുക സാധ്യമാവുള്ളൂ. അതൊരിക്കലും അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോണു തീരാ. ഞങ്ങളെ മക്ക ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥക്ക് പെട്ടുപോണുകയെ തീരാ. സുബൈക്ക് എണിച്ചിട്ട് പെട്ടെന്ന് എണിച്ചിട്ട് നിസ്കരിക്കണമെങ്കിൽ ഒരു നല്ല സ്വഭാവം ഞങ്ങൾക്ക് ഉണ്ടാവണം. സുബൈയുടെ ടൈമിൽ ഉറങ്ങിപ്പോണു തീരാ. കുറെ ആൾമാർ നല്ല സൽക്കർമ്മത്തില് അതുപോലെ നല്ല കാര്യക്രമത്തില് നല്ല സ്വരാക്കടങ്കത്തെ ആൾമാരെ ദീനി ഹിദ്മത്താക്കടങ്കത്തെ എത്രമാ ആൾമാരെ അങ്ങ സുബഹിക്ക് എണിക്കാത്തങ്കത്തെ ദുരവസ്ഥ നമുക്ക് പലപ്പോഴും കാണുക സാധ്യമാവുള്ളൂ. സുബൈ നിസ്കാരത്തിലുള്ള കുനൂത്തായിട്ട് ഇക്കിട് അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅതൈത, ഓൻ സുബഹി നിസ്കരിക്കില്ല, സുബൈക്ക് കുനൂത്തും ഓതില്ല, ആ ദുആവും ദ്വാരക്കില്ല, അള്ളാഹുവിനക്ക് നീ ബർക്കത്താക്കണം. പിന്നെ എങ്ങനെ ഓന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും? എന്റെ അതിൽ ബർക്കത്തില്ല, എന്റെ ഇതിൽ ബർക്കത്തില്ല, പിന്നെ കേസ് ചൊല്ലുകയത്ത്. വാസ്തവത്തിൽ സുബഹി കല ആക്കിയാണ്ടായെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ബർക്കത്ത് കിട്ടുക സാധ്യയില്ല. ജാവ് ഉറങ്ങാണ്ട് വാട്സപ്പും ഫേസ്ബുക്കിലും മുങ്ങിട്ട് എന്തെല്ലാം സാമാജിക താണമുണ്ട് അതിലെല്ലാം മുങ്ങിട്ട് വെറുതെ ആരാറോട്ട് ചാറ്റിംഗ് ആക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഓണു ഈ സുബൈക്ക് എണിക്കുമ്പോ ഓന്റെ നിസ്കാര കല ആയിട്ടിക്കറുണ്ടായെങ്കിൽ എത്ര വലിയ ഭാഗ്യഹീനനായ ആളായിട്ടിക്കറ. നീ പിന്നെ എന്തൊരു പ്രവർത്തനാക്കിയിട്ടും കാര്യമില്ല, ഏത് ഹിദ്മത്ത് നീ ആക്കിയിട്ടും കാര്യമില്ല. നാണ് ചിന്തിക്കണായ നക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർലാക്കി ഏറ്റവും നല്ല സുബഹി നിസ്കാര അത് എൻ്റെ ജീവിതത്തിൽ നിസ്കരിക്കോ സാധ്യമാവണു. അത് നിസ്കരിക്കാണ്ട് ഉറങ്ങിപ്പോണ്ടെങ്കിലൊരവസ്ഥ ഉണ്ടാവുക തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിൽ നമുക്ക് പഠിപ്പാട്ടി കൊണ്ടുണ്ട്, യഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദിക്കും ഇദാ ഹുവ നാമ തലാസ ഉഖദിൻ. ജാവ് ഉറങ്ങുമ്പോൾ ശൈത്താൻ നിങ്ങളെ തലക്ക് 3 കെട്ടിയിട്ടാണ്. അങ്ങനെ ഓരോ കെട്ടിയിട്ടിട്ടും അവൻ ഉറപ്പിക്കുമ്പോൾ ചൊല്ല അലൈക്കലയിലുൻ തവീൽ, നീക്ക് നല്ല നീണ്ട ജാവുണ്ട്, നീ ഗട്ടില ഉറങ്ങ്, ഫർഖുദ്, നീ ജാവ് നല്ല ഉറങ്ങും ചൊല്ല. അപ്പൊ ഈ ശൈത്താന്റെ ഈ ഒരു കെട്ട് ഗിലിയോണുണ്ടായെങ്കിൽ 3 കെട്ട് ഗിലിയോണുണ്ടായെങ്കിൽ ഫൈനിസ്തയഖല വദക്കറല്ലാഹു തആല എൻചിട്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൽ ബഅസു വന്നുശൂർ ചൊല്ല ഈ ദിക്ർ ചൊല്ലുമ്പോൾ ഇൻ ഹല്ലത്ത് ഉഖദത്തുൻ ഒരു കെട്ട് ഗിലിഞ്ഞു പോണ്ടു. ഫൈൻ തവല്ല പിന്നെ അവൻ ഉളു എടുത്താണ്ടായെങ്കിൽ ഇൻ ഹല്ലത്ത് ഉഖദത്തുൻ പിന്നൊരു കെട്ടു ഇലിഞ്ഞു പോണ്ടു. ഫൈൻ സല്ല പിന്നെ നിസ്കരിച്ചാണ്ടായെങ്കിൽ ഇൻ ഹല്ലത്ത് ഉഖദത്തുൻ 3ാമത്തെ കെട്ടും ഗിലിഞ്ഞു പോണ്ടു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല ഹദീസ് ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, അപ്പ നല്ല ആക്റ്റീവ്, അവൻ നല്ല ഇൻട്രസ്റ്റ്, ജീവിതത്തിൽ നല്ല റാഹത്തുള്ള ആളായി മാറാ. അപ്പൊ നല്ല ഇൻട്രസ്റ്റും പിന്നെ ആക്റ്റീവ് എല്ലാം പറഞ്ഞുണ്ടായെങ്കിൽ യന്ത്രമാ മറന്നു കുടിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങത്തുള്ള സുബൈക്ക് എഞ്ചിട്ട് ഉളു എടുത്തിട്ട് നീ നിസ്കരിക്കണു എങ്കിൽ മാത്രം നിക്ക് നല്ല ആക്റ്റീവ് കിട്ട്, നീ നല്ല ആക്റ്റീവ് പേഴ്സൺ ആവിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി കൊണ്ടു. നിന്റെ മനസ്സിന് നല്ല റാഹത്താവിടൂ.
അതേ സമയത്ത് വൈല്ല അസ്ബഹ ഖബീതൻ നഫ്സി കസ്ലാന, അങ്ങനെ അവന് സുബൈക്ക് ഉളുവെടുത്ത് നിസ്കരിച്ചില്ലാണ്ടായെങ്കിൽ, സുബൈക്ക് എഞ്ചില്ലാണ്ടായെങ്കിൽ അവന് വെറും മോശപ്പെട്ട ആളായി മാറും. അവൻ വെറും മടിയനായി പോണ്ട, എന്തും മടി. അവൻ്റെ അണ്ടത്തെ നാളിൽ സമൃദ്ധിയേ ഇല്ല, വെറും മടിയനായിട്ട് എന്തുമാക്കോ മനസ്സില്ലാത്ത പോലെ ആക്കിയെങ്കും അതിൽ ബർക്കത്തിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ പണ്ട്. അതുകൊണ്ട് സുബഹിക്ക് എഞ്ചി നിസ്കരിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ജാവ് ഫുള്ള് ഉറങ്ങട ആളെ പറ്റി ആരോ ചൊന്നാറ്. അപ്പൊ നബി തങ്ങ ചൊന്തു, ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി. അത് ആറുണ്ട് കൊന്തുണ്ട, അത് കാതിൽ ശൈത്താൻ മൂത്രവീത്തിയെത്ത ആള്. സുബൈ ഫുള്ള് ഉറങ്ങിയിട്ട് ഓനൊരു 8 ഗಂಟೆ മെഞ്ചിട്ട് ഓൻ വലിയ ഓഫീസർ ഉണ്ട് പേരിക്ക, അല്ലെങ്കിൽ വലിയ ആള് ഓണം, വലിയ മന്ത്രി അല്ലെങ്കിൽ വലിയൊരാള്. അങ്ങനെ സുബൈക്ക് 7-7:30 ഗಂಟೆ 8 ഗಂಟೆ തോളം ഇങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെയാണ് ഓന് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഷൂട്ടും ബൂട്ടെല്ലാം ഇട്ടിട്ട് ഓഫീസിൽ പോകണ്ടേ. നല്ല AC റൂമിലുള്ള തെച്ചിട്ട് ഓൻ്റെ പിന്നെ ഒപ്പിടുകു, ഓൻ്റെ ഒപ്പു സുമാർ ആൾമാർ അവിടെ കാത്തോണ്ടുള്ളാറ്. അങ്ങനെ ഓണ് നല്ല AC റൂമിൽ വെച്ചിട്ട് ഒപ്പിടുമ്പോൾ ഓ മനസ്സിലാക്കണം, ഞാൻ എഞ്ചിൽ 7:30 ഗಂಟೆಗೆ ഞാൻ എത്ര വലിയ മന്ത്രിയായെങ്കും, ഞാൻ എത്ര വലിയ അധികാരിയായെങ്കും, എത്ര വലിയ കോട്യാധിപതിയായെങ്കും, ഞാൻ എത്ര വലിയ ആളായെങ്കും നിന്റെ കാതിലിതാ ശൈത്താന്റെ മൂത്രമുണ്ട്. ഏറ്റവും വലിയ നജസായ ശൈത്താന്റെ മൂത്ര, ശൈത്താന്റെ ക്ലോസറ്റാണ് നിന്റെ ജണ്ട് കാത്. അപ്പൊ ഓന്റെ ജണ്ട് കാതിലും ശൈത്താന്റെ മൂത്ര വെച്ചിട്ടാണ് അണ്ടത്തെ നാളിൽ അവന് സ്വറാക്കടെ. അവൻ 6 സിഫാറസ് ആക്കിയാണ്ടായെങ്കും, അവന് ഏത് ഓഫീസിൽ ഏത് ഫയലിൽ ഒപ്പിട്ടിട്ട് അവന്റെ കൊണ്ട് എന്തൊരു കാര്യം പാസ്സായിട്ടുണ്ടായെങ്കും മനസ്സിലാക്കണു, അവന്റെ രണ്ട് കാതിലും ശൈത്താന്റെ മൂത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ടിയ ഹദീസല്ലേ. അതുകൊണ്ട് സുബഹിക്ക് വേഗ എണിച്ചിട്ട് നിസ്കരിക്കുന്നുണ്ടെ കൊണ്ട് സാധ്യമാവണു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുആ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, നന്റെ സമുദായത്ത് ഞങ്ങളെ പ്രഭാത ടൈമിൽ നീ ബർക്കത്ത് കൊടുക്കണം ചൊന്നെങ്കത്തെ ആ ഒരു ദുആ അതിൽ ഉൾപ്പെടുവും ഞങ്ങളെ കൊണ്ട് സാധ്യമാവണു. ഞങ്ങൾ ഔത്തുലു മക്ക ഉറങ്ങിക്കിടക്കിടറുണ്ടായെങ്കിൽ സുബഹി കലാ അവിടെ അട്ടിമൊന്നുള്ളൂ ഞങ്ങളെ വിളിക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യമാവണു. ഞങ്ങളെ വിളിക്കാണ്ട് അങ്ങ് ഇങ്ങനെ ഉറങ്ങട്ടും ചൊന്നിട്ട് വിട്ടുവിടവു തീറ, പിന്നെ ഞങ്ങളെ ജീവിതമേ ബെടക്കായി പോവും. അതുകൊണ്ട് സുബഹി കലാ ആക്കടെ അവിടെ അട്ടി മുന്നുള്ളൂ ഞങ്ങളെ വിളിച്ചിട്ട് നിസ്കരിപ്പാട്ടവും ഞങ്ങളെ കൊണ്ട് സാധ്യമാവണു. അങ്ങനെ സാധ്യത്തുണ്ടായെങ്കിൽ ആ ഔത്തുല് വലിയ ബർക്കത്ത്. ഒരു ഔത്തുല് ബർക്കത്തില്ലാണ്ട് അവനുണ്ടായെങ്കിൽ ആ ഔത്തു പിന്നെ അവನು ആ 6 മുട്ട പോയിട്ട് ദൂരപ്പാട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഔത്തുൽ നിസ്കരിക്കാത്ത ഒരാളുണ്ട്, സുബഹി കലാക്കട ഒരാൾ ഉണ്ടുണ്ടായെങ്കിൽ ഏറ്റവും വലിയ ഒരു ചനി പിടിച്ച ആള് ബർക്കത്തില്ലാണ്ടാവും. കാരണം അവനെ ആയിട്ടിക്കട. അതുകൊണ്ട് നന്റെ ഔത്തുലു സുബഹി കലാക്കടക്കെത്ത ഒരാളും മിക്കു തീരാൻ ചൊല്ലക്കെത്ത നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവണു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുആത്തിൽ ഉൾപ്പെടുകയും ഞങ്ങളെ കൊണ്ട് സാധ്യമാവൂ. പൂർവ്വ കാലത്ത് കഴിഞ്ഞു പോയെങ്കത്ത മഹാന്മാർ ഇതെല്ലാം ധാരാളം ശ്രദ്ധിച്ചിട്ടിന്നാറ്. എന്തെങ്കിലും എക്സാമോ പഠിക്കുകയ്ക്കൂ അല്ലെങ്കിൽ മക്കൾക്ക് ബാക്കി കാര്യമെല്ലാം പഠിക്കുകയ്ക്കൂ എങ്കിൽ സുബൈക്ക് ഞങ്ങളെ വേഗം എണിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് അങ്ക് പഠിപ്പാട്ടുക എങ്കിൽ ഞങ്ങളെ മനസ്സിൽ അതെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യവിടെ. അപ്പൊ അതെല്ലാം മക്കളെ മോന്റെ വിളിക്കണു, പിരിസത്തിൽ ഞങ്ങളവിടെ ഉറങ്ങു വിടവു തീറ, മോളുടെ എണിപ്പാട്ടി നിസ്കരിപ്പാട്ടണു ഞങ്ങളെ ഉറങ്ങു ഒരിക്കലും വിടവു തീറ. സുബഹി നിസ്കരിക്കാണ്ട് നന്റെ മോണു അല്ലെങ്കിൽ നന്റെ മോളു ഇറങ്ങിയിട്ട് കോളേജിക സ്കൂൾക പോയാലുണ്ടായെങ്കിൽ അവൾ അള്ളാഹുടെ ദിമ്മത്തിലേ ഇല്ല. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ഒരാൾ സുബഹി നിസ്കരിച്ചാണ്ടായെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം ഫുള്ള് അള്ളാഹുടെ കയ്യിൽ. അതേ സമയത്ത് സുബഹി നിസ്കരിക്കാണ്ട് പുറത്തു പോയെങ്കിൽ നീ എന്ത് ആക്സിഡന്റ് ആയെങ്കിലും നിന്റെ മോളുടെ 6 തട്ടിയോണ്ട് എടുത്തുകൊണ്ട് പോയെങ്കിലും അള്ളാഹുടെ ഉത്തരവാദിത്വത്തിൽ ഒരിക്കലും അവളില്ല. അള്ളാഹു അവളുടെ വിട്ടുപുട്ര, അള്ളാഹു അവന്റെ വിട്ടുപുട്ര. അതുകൊണ്ട് അള്ളാഹുടെ ഉത്തരവാദിത്വത്തെ ഉൾക, അള്ളാഹു ഞങ്ങൾ ഏറ്റെടുക്കണം ഉണ്ടായെങ്കിൽ സുബഹി നിസ്കാര നിസ്കരിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയോണ്ടുള്ളേ. അത് കലാ ആയി പോണു തീറ. നബി തങ്ങ ബറക്കത്ത് ദ്വാരനങ്കത്തെ ആ ടൈമിൽ ഞങ്ങൾ ഉറങ്ങിപ്പോണു തീറ. സുബൈക്ക് എനിക്ക് നിസ്കരിച്ചിട്ടുണ്ട് വരിക, നിസ്കരിച്ച ഉടനെ അഞ്ഞമേ പൂന്നിട്ട് ഉറങ്ങു തീറ. അവിടെ നന്റെ റിസ്ക് തടയപ്പെടരുത്, നക്ക് റഹ്മത്ത് കിട്ടുക കൊണ്ടല്ലേ. അതുകൊണ്ട് ആ ടൈമിൽ ഉറങ്ങാണ്ട് അതിലെ ബാക്കിയുള്ള നല്ല സൽക്കർമ്മത്തിന് നല്ല കാര്യത്തിന് യൂസ് ആക്കൂ നിങ്ങൾക്ക് സാധ്യമാവണു എങ്കിൽ ചെറിയ ടൈമും ചെറിയ ആയുസ് ഞങ്ങൾ ജയിക്കേണ്ടായെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്രാന്തിയും വിപ്ലവവും സേവയും കൂടെ ഉണ്ടാക്കി വെക്കൂ സാധ്യമാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കെല്ലാം തൗഫീഖ് തരട്ട്. ഞങ്ങളെ ഫാമിലി ഞങ്ങളെ കുടുംബത്തെല്ലാം ഈ ബർക്കത്ത് അതിൽ ഉൾപ്പെടുറങ്കത്തെ ഫാമിലി ആക്കിയിട്ട് അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.